ഏത് സന്ദർഭത്തിൽ ഏത് പശ്ചാത്തലത്തിലാണ് അല്ലാഹു ഇത് പറയുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്താണ് അല്ലാഹു ഇതിന്റെ തുടക്കത്തിൽ പറയുന്നത്? ഇന്നല്ലാഹ ലഅനൽ കാഫിരീന വഅദ്ദ ലഹും സഈറാ. കാഫിരീങ്ങളെ പറ്റി പറയുന്ന ആയത്താണ്. കാഫിരീങ്ങളുടെ മേലിൽ ഇറങ്ങിയ ആ ആയത്തിൽ പറഞ്ഞ സാദത്ത് അതാരാ? അഹ്ലുൽ ബൈത്തിൽപ്പെട്ട പാണക്കാട് തങ്ങന്മാരാണോ? അല്ലെങ്കിൽ കുമ്പൽ തങ്ങന്മാരാണോ? അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന സയ്യിദ് ഉമർ തങ്ങളാണോ? അല്ലെങ്കിൽ ഈ സയ്യിദാണോ? വഖുബറ എന്ന് പറഞ്ഞാൽ ആരാണ്? കാഫിരീങ്ങളിൽപ്പെട്ട അവരിൽപ്പെട്ട നേതാക്കളെ പറ്റിയാണ് പറഞ്ഞത്. ഇത് മുസ്ലിമീങ്ങളെ പറ്റി പറഞ്ഞതല്ല. എന്നിട്ട് കാഫിരീങ്ങളുടെ മേലിൽ ഇറങ്ങിയ ആ ആയത്തിനെ നിഷ്കളങ്കരായ നിസ്സാർത്ഥരായ തൗഹീദിന്റെ ധ്വജവാഹകരായ എങ്ങനെ തൗഹീദിന്റെ ധ്വജവാഹകരോ സാദാത്യങ്ങളോ? നിങ്ങളെ സാദാത്യങ്ങളോ? പച്ച നുണ പറഞ്ഞു ജിഫ്രി മുത്തുക്കോയ തങ്ങള്. നാളെയുടെ കാര്യം എനിക്കറിയാം എന്ന് നബി പറഞ്ഞു എന്ന് നുണ പറഞ്ഞു. എനിക്കറിയില്ല എന്ന് പറഞ്ഞതും നിങ്ങൾ എങ്ങനെ പാടരുതെന്ന് പറഞ്ഞതും നിങ്ങൾ തെറ്റിച്ചുദ്ധരിച്ചു. അള്ളാഹ്ക്കുള്ള എല്ലാ കഴിവും ഔലിയാക്കൾക്കുണ്ടെന്ന് പറഞ്ഞു. അള്ളാഹ്ക്കുള്ള കഴിവ് സ്വതന്ത്രമാണ്, ഇവർക്കുള്ള കഴിവ് അള്ളാഹ് കൊടുത്താണെന്ന് പറഞ്ഞു. അള്ളാഹുലേക്ക് സമന്മാരുണ്ടാക്കി. നിങ്ങൾ പറയാ തൗഹീദിന്റെ കാവലാണ്. തരക്കേടില്ല, തരക്കേടില്ല. ഗംഭീരായിട്ടുണ്ട് ഉസ്താദേ, അല്ലേ? നിങ്ങൾ ആലോചിക്കണം. കാഫിറുകൾക്ക് ഇറങ്ങിയ ആയത്ത്. ഞാൻ ഒരു ചോദ്യം വളരെ ഗൗരവമായിട്ട് ചോദിച്ചോട്ടെ. മദ്യം ഹറാമാണെന്ന് ആരോടാ പറയുന്നത്? ലോകത്തുള്ള മനുഷ്യരോടാണോ മക്കാരോടാണോ? മക്കയിലിറങ്ങി ഒരാൾ ചോദിക്കാണ്, മുക്കത്തെ ബഷീർ കള്ളുടിക്കരുത് എന്ന് ആയത്തുണ്ടോ എന്ന് ചോദിച്ചു. ഉസ്താദേ അങ്ങനെ ഒരു ആയത്തുണ്ടോ? ഉസ്താദ് ഖുർആൻ മുഴുവൻ പരിശോധിച്ചു. മക്കത്തെ ബഷീർ കുടിക്കരുത് എന്നില്ല. എന്നാ പിന്നെ എനിക്ക് കുടിക്കാം. മക്കയിലല്ലേ ഉസ്താദ് ഏതിറങ്ങിയത്? മദീനല്ലേ? എടോ, എക്കാലഘട്ടത്തിലെയും ഷിർക്കിന്റെ ആളുകൾക്കും കുഫറിന്റെ ആളുകൾക്ക് അത് ബാധക. എക്കാലഘട്ടത്തിലെയും അന്ന് ഇറങ്ങി വിചാരിച്ചു പിന്നെ ഖുർആൻ ഓതാൻ പാടില്ലേ? പിന്നെ എന്തിനാ ഹുദല്ലിന്നാസി വബയ്യിനാത്തി മിനൽ ഹുദാ വൽ ഫുർഖാൻ എന്ന് പറഞ്ഞത്? അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ ഫഹശറ ഫനാദാ ഫഖാല അന റബ്ബുകുമുൽ അഅ്ലാ എന്ന് ഫിറഔൻ പറഞ്ഞു. അതിനെ സീമടപൂരും പറഞ്ഞു. നിങ്ങൾ പറയുന്നത് അപ്പൊ ഫിറഔൻ ഇറങ്ങിയ എല്ലാ ആയത്തും സീമടപൂരിന് ഫിറ്റാണ്. മക്കയിലെ അബൂജഹലിന്റെ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അബൂജഹൽ കാഫറാണ്. ആ കാഫറിന് ഇറങ്ങിയ ആയത്തെ നിങ്ങളെ നേരെ ഞങ്ങൾക്ക് ഓതാനുള്ളൂ. അല്ലാതെ മക്കയിലും മദീനയിലെ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളൂ, മർക്കസ് ഖുർആൻ ഇറങ്ങിയിട്ടില്ല. ഇല്ലടോ, അത് ഗൗരവമായി പഠിക്ക്, മനസ്സിലാക്കി.